ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് ഒന്നും പറയണില്ല, പറയണതെല്ലാം കർത്താവാണ് പറയണത്, അല്ലേ? അതാണ് നിശബ്ദമായ ആമേൻ. അവിടെ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഈശോ ചോദിക്കുക. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കും. അപ്പോഴും അമ്മ നിശബ്ദമായി നിൽക്കും. അതാണ് നിശബ്ദമായ ആമേൻ എന്ന് പറയുന്നത്. നിശബ്ദമായ ആമേൻ. തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല. എന്താണ്? സഹനദാസിയുടെ പ്രാർത്ഥനയാണത്, നിശബ്ദമായ ആമേൻ. ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ഉടമ്പടി എടുക്കാത്തൊരു കാനഡയിൽ പോയില്ല, 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ കാനഡയിൽ പോയില്ലല്ല ഇല്ലേ? അവർക്കെല്ലാം വീടായില്ല നാട്ടിൽ. ഇതിങ്ങനെ തർക്കിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി അവസാനിപ്പിക്കണം. കാര്യം അത് ഉടമ്പടി നിങ്ങളറിയാതെ തന്നെ ഉടഞ്ഞു പോയി കാണും നേരത്തെ. എപ്പോഴെങ്കിലും അപ്പം ദൈവം നിങ്ങളെ സഹനദാസിനെ കൊണ്ടുപോയിട്ട് നിശബ്ദമായ ആമീൻ പറഞ്ഞുകൊണ്ട് നിന്നെ ആധ്യാത്മം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളെ ഈ കഥയൊന്നും അറിയാൻ പാടില്ലാതെ നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി ദൈവമായിട്ട് തർക്കിക്കാൻ പോകും. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഒരു വിശ്വാസം, ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവം ചെയ്യട്ടെ. ഒരു വിശ്വാസം ഇല്ലാത്തവനൊക്കെ ചിലപ്പോൾ റാങ്ക് കിട്ടിയ, അതുപോലെ തന്നെ നീ വെച്ച പരീക്ഷയ്ക്ക് ജയിച്ച് അവൻ ജോലിക്ക് കയറും. അപ്പോൾ എന്നിട്ട് നീ പറയും, ഓ അത് പിൻവാതിലൂടെ നിയമനമാണെന്ന് പറയും. അങ്ങനെ എന്തിനാ പറയണത്? നീ കണ്ടായിരുന്ന പിൻവാതിലൂടെ നിയമിച്ച്. അപ്പോൾ നിൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് അങ്ങനെ ഈ ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാൻ പറ്റത്തില്ല. വിശ്വാസി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്നെ സംബന്ധിച്ചത് ഇതാണ് ദൈവഹിതം. അപ്പം നീ എന്ത് ചെയ്യും? നീ ഈ കിട്ടിയിരിക്കുന്ന അന്നു വേണ്ട ആഹാരം അതങ്ങനെ കഴിച്ചേക്കണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈശോ എന്താ പറയണത്? ലൂക്കാ 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്പം താമസിക്കും, ഇപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും, വിവാഹം ഒത്തുവരാൻ താമസിക്കും, മക്കളുണ്ടാകാൻ താമസിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിളമ്പി കിട്ടിയത്. അതിൻ്റെ പേരിൽ അവൻ പോയില്ല അമേരിക്ക, ഇവള് പോയില്ല കാനഡയിലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കടുത്തേക്കാതെ നിൽക്കരുത്. അങ്ങനെ വന്ന ഉടമ്പടി തീർന്ന്, അവിടെ വെച്ച് ഉടമ്പടി തീർന്ന്, പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു, നിങ്ങൾ ബഹളമുണ്ടാക്കി, വഴി കിടന്ന് തെറി പറഞ്ഞ്, അതായത് തെരുവീതികൾ അവൻ്റെ സ്വരം കേട്ടില്ലെന്നല്ലേ, കണ്ട വഴിയെ പോകണ വായി നോക്കിയതോടെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയതൊക്കെ പറയും. ഇങ്ങനെ പറയും, ചെറിയ പറയും, ഞാനിപ്പോൾ ഉടമ്പടിയൊക്കെ നിർത്തിയെന്ന് പറയും. വഴി കൂടി പോണ വായി നോക്കിയതോട് നിങ്ങൾ ദൈവത്തിന് എന്താ ഒറ്റി കൊടുക്കണത്? അപ്പോൾ നിങ്ങളതിനകത്ത് മൗനമായി നിൽക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് അമ്മ അങ്ങനെ നിന്നൊരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിംഗ് പീരീഡിലായിരിക്കും. നിങ്ങൾക്കറിയാവില്ല, ദൈവം എല്ലാവരും ടെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു തേങ്ങ പാകാൻ എടുത്തെന്ന് വിചാരിച്ചോ, എല്ലാ തേങ്ങയും പാകാൻ എടുക്കുക? ഇല്ല. തേങ്ങ നോക്കിയിട്ട് കൊള്ളാം, വിളവ് കിട്ടുന്നതാണ്, കായ്ക്കണ മരമാണ്, അമ്മേരെ തെങ്ങാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ തേങ്ങ എടുക്കും. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൊണ്ട് ഇടും. അപ്പം ഇത് തിരഞ്ഞെടുപ്പിലൊരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ അമേരിക്കൻ വിസയൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ വിസ അവർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ പോയി ധ്യാനിപ്പിച്ചു. അപ്പോൾ ആ വിസ അവർ 1 മാസത്തേക്ക് തന്നിട്ടുള്ളൂ. അമേരിക്ക പോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ 10 കൊല്ലത്തേക്ക് അമേരിക്ക പോകാനുള്ള വിസ തന്ന്, ഒറ്റ ഇൻ്റർവ്യൂവിന് 10 കൊല്ലം തന്ന്. അത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലെയാണ്. ഈ ദൈവമായിട്ടുള്ള ഏർപ്പാടെന്ന് പറയണത് നിങ്ങളുടെ ഈ മിനിമം കാര്യമായിരിക്കും അതിൽ എടുക്കുന്നത്, മാക്സിമം എടുക്കും. നിത്യത വരെയുള്ള കവറേജ് ഉള്ളത് കാരണം ഈ ടെസ്റ്റ് അതിനകത്ത് ഉണ്ടാകും. നിത്യത കവറേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റ് ഇല്ല. നിത്യത കവറേജ് ഇല്ലെങ്കിൽ ടെസ്റ്റ് ഇല്ല. എന്താണ് അവർക്ക്? അത് എന്തുമാത്രം ഈ ലോകത്തുള്ള എന്തുമാത്രം ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കാത്തവരില്ലേ? അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കണുണ്ടല്ലോ. പക്ഷേ ജോസഫച്ചൻ ചോദിച്ചാൽ ചിലപ്പോൾ തരികയില്ല. എന്താ കാര്യം? നിത്യതയ്ക്ക് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ദൈവമായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തർക്കിക്കുന്ന ആൾക്കാരെ ഗേറ്റിങ്ങ വെച്ച് തന്നെ ദൈവം ഒഴിവാക്കും. തർക്കിക്കുന്ന ആൾക്കാർ അവിടെ അകത്തോടെ കയറണ്ട. നിങ്ങൾ തർക്കിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് ദൈവത്തിൽ വന്നിരിക്കുന്നത്, ദൈവമല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് തോന്നിയാൽ ഗേറ്റിങ്ങ വെച്ച് തന്നെ ആ സാധനം ഒഴിവാക്കും. ദൈവത്തിലേക്ക് വരുന്നയാൾ തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല, കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് സബ്മിസീവ് ആകും. അതാണ് അമ്മ നിശബ്ദമായ ആമയും പറയണത്.
ഇപ്പോൾ നിങ്ങൾ ചില ഇന്നലെ ഒരു ആൾ കൊണ്ടുവന്ന് 41 വർഷമായി കല്യാണമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആദ്യത്തെ കല്യാണമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കെട്ടിപ്പോയില്ല, ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ നിന്ന്, പെങ്ങന്മാർ 3-4 പേരുണ്ട്, അവരെല്ലാം കെട്ടിക്കാൻ നിന്നപ്പോൾ ഈ മനുഷ്യന് പെണ്ണ് കിട്ടിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ അവന് തർക്കമുണ്ടാ? അവന് ദൈവത്തെ അറിയാവുന്ന കാരണം തർക്കമില്ല. 3-4 പെമ്മന്മാരെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവന് പെണ്ണ് കിട്ടാനുള്ളത് പോയി. അവനിപ്പോൾ 41 വയസ്സായി. അവന് തർക്കമുണ്ടാ? തർക്കമില്ല. കർത്താവിന് ഇഷ്ടമുണ്ട് തരട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിൽക്കും. പ്രൈസ് ബി ദി നെയിം ഓഫ് ദി ലോർഡ്. ഇതെന്ന് പറയുന്നത് ഈ സഹനദാസൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനകത്തുണ്ട്. ഇതിൻ്റെ മക്കളെ ആധ്യാത്മിക വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം ദൈവം തന്നെയാണെന്ന് വിചാരിക്കണം. ദൈവം തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോൾ അച്ഛനിങ്ങനെ പറയണതനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്നും നടക്കത്തില്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 43,000 കാര്യങ്ങൾ എ ഗ്രേഡിലെ സാക്ഷ്യം കിടക്കുന്നത് കൃപാസനത്തിൽ മാത്രമാണ്. ആ കൃപാസനത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഓർക്കണം. ലോകത്തൊരു ധ്യാന കേന്ദ്രത്തിൽ 43,000 സാക്ഷ്യം കിടപ്പില്ല യൂട്യൂബിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെല്ലാത്തിനും സമാധാനം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ 10-9 കാര്യത്തിൽ സമാധാനം ഉണ്ടായിട്ട് ഒരു കാര്യത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോൾ ആ ഒരു കാര്യം വെച്ചൊരു കർത്താവിനെ പ്രതിക്കൂട്ടിലാക്കിയ 9 കാര്യം നേടിയ കർത്താവ് നിങ്ങളോട് ഗുഡ് ബൈ പറയും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇപ്പം മനസ്സിലായ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണ് അല്ലേ? പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പോൾ ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന, അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ടും നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ് അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, വയനാട് നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ മകൻ, അതിന് 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ച് പോകും. നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ കറക്റ്റടിക്കുന്ന പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തലകുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷേ വേറൊരു സാധനം പറയും, കറക്റ്റടിക്കുന്ന പോലെ തെറിച്ച് പോകും. തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ അവർ പറയണത്, ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയത്തിലേ ഉള്ളൂ, ഇവൻ്റെ ഇ ജി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇ ജി കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത്
ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് EEG എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗ്ഗം, വേറെ ഒന്നും ഇല്ല, ഓപ്ഷനില്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിയും, ബ്രെയിനല്ലേ വെട്ടിപ്പോകുന്ന നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷൻ ഓക്കെ, അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുവോ ദൈവം? അല്ലെങ്കിൽ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്നു. ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണ കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുപോലെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റി വെക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല. എമർജൻസി കേസ് അപ്പം തന്നെ മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവർ ധ്യാനം കൂടിയതിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരത് ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ല ഇതിൻ്റെ വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവന് മരിച്ചുവെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ കെട്ടിഞ്ഞാഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥനയുണ്ട്. അല്ല ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കണത്. അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥന ചൊല്ലിയാണ് നേർച്ച ദിവസം വെഞ്ചരിക്കണത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന യേശുവിൽ നകറ്റിക്കളയുന്ന, ഞങ്ങൾ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങളെ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ. അതെന്തുവാകാം? ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്?
അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. അതാണ് ഈശോ പറയണത്, ഇതിന് നിങ്ങളാണല്ലോ സാക്ഷികൾ. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേ, പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം അവന്റെ നാമത്തിൽ പ്രഘോഷിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് വിഷയം. ഇതാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പാപമോചനത്തിനായി യേശുവിൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ദൈവം അവൻ്റെ പരിഹാരക്രിയയെ അംഗീകരിച്ചുകൊണ്ട്, ആ പരിഹാരം അംഗീകരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഉയർപ്പ് നമുക്ക് അവകാശവും ഓഹരിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നത്. അതൊന്നിന് വായിച്ചോളൂ, ലൂക്കാസ് വിശേഷം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതുകൊണ്ട് ഈ സാക്ഷ്യമാണ് പ്രധാനം, ഇതിന് മർമ്മം. അതായത് നമ്മൾ ഗൺ പോയിന്റിൽ നടത്തേണ്ട ഒരു വിഷയം, അതായത് മർമ്മം അറിയാതെ നമ്മൾ അഭ്യാസം കാണിച്ചൊരു കാര്യമില്ല. എല്ലാ വിശ്വാസത്തിനും അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മം ഇതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. യേശു കർത്താവാണ്. റോമ 10:9 യേശു കർത്താവാണ്. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തില് പാപമോചനം ലഭിക്കുന്നു. പാപമോചനം അവന്റെ നാമത്തിൽ ലഭിക്കുന്നു. പിന്നെ എന്താ അതിൻ്റെ അത് കൂടെ വരുന്നത്? ഇവയ്ക്ക് പുനരുത്ഥാനത്തിന് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അപ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നിട്ട് കൈ നെഞ്ചെത്തിച്ച് പ്രാർത്ഥിച്ച്, യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നെ സാക്ഷിയാക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരനുഭവം തന്നെ. നമ്മൾ ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലേ? ലുത്തീനിയായിൽ എന്താണ് പറയണത്? ഞങ്ങളെ മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. ഇതിൻ്റെ വർക്ക് അതെങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയണം. എന്തിനനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിയേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ അനുഗ്രഹിക്കണമേ. ഈശോ കറണ്ട് വന്നില്ലല്ലോ, എപ്പോൾ വരുമോ, KCB സമരമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതും പിറക്കും പിച്ചിമയും പറഞ്ഞിരിക്കുന്നവർക്ക് പറയേണ്ടത് 2 ചെമ്പരത്തിപ്പൂ കൂടി വെച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? പ്രഭാഷകനിലേക്ക് നമ്മൾ വായിക്കുന്നില്ലേ? പ്രഭാഷകൻ അപ്പോൾ 33:17 പ്രഭാഷകൻ 33:17 എന്താ പറയണത്? കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കുറേ ബാക്കിലായിരുന്നു. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ മുമ്പിലെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെ സാക്ഷ്യം മുഴുവൻ പറയണത് കർത്താവിൻ്റെ വചനം അതല്ലേ. ഞാൻ കുറേ ബാക്കിലായിരുന്നു, എൻ്റെ റാങ്കിൽ ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ മൊഡ്യൂൾസിൻ്റെ അടുത്ത് ഞാൻ ബാക്കിലായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല, സ്പീക്കിംഗ് എനിക്ക് പറഞ്ഞിട്ട് ഒക്കണില്ല, എനിക്ക് ഭയങ്കര വിറയലാണ് പറയുമ്പോൾ, എനിക്ക് റീഡിങ് ശരിയാകുന്നില്ല, പറയുമ്പോൾ തപ്പിപ്പോകുന്നു, ഞാൻ ബാക്കിലാണ്. അനുഗ്രഹം നമ്മളെ മുമ്പിലാക്കും. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം നമ്മളെ മുൻപിലാക്കും. അതാ സംഭവം. അപ്പോൾ നീ പുറകിൽ കിടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ? പഠിച്ചിട്ട് മനസ്സിലാവണില്ല, പരീക്ഷ വരുമ്പോൾ പെർപ്ലക്സ് ആകുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് നീ പുറകിലാണ് എന്ന് വിചാരിച്ചോ? അപ്പോഴേ ഏത് വിഷയമായാലും, ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? അവർ ഉടമ്പടി എടുത്തു, പക്ഷേ വൈദ്യശാസ്ത്രം പറയണത് എന്താണ്? ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന്, പക്ഷെ അത് EG ഓക്കെ ആകണം. പക്ഷേ EG ഓക്കെ ആയാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യം പോലും ഉണ്ടാകത്തില്ല. ഇവൻ പിന്നെ ഒരിക്കലും വീഴത്തില്ലെന്ന് പറയും.
പക്ഷേ ഇരുവൊക്കെ ആകണ്ടേ, ആകണില്ല. അപ്പോൾ അത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഷെയർ ചെയ്യും. ഒരു ആ സമയത്ത് അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് ലിങ്ക് കണ്ടപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ, കാര്യം കോവിഡിൻ്റെ സമയം 500 ദിവസം അടച്ചിട്ട കാലത്ത് പോലും 1000 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചിരിക്കുക, ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല, സ്റ്റാഫ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാഫിന് ശുശ്രൂഷകളുള്ള കാരണം, ഓൺലൈൻ ശുശ്രൂഷ ഒത്തിരിയുള്ള കാരണം എല്ലാ ദിവസവും സാക്ഷ്യം 65 ലക്ഷത്തോളം രൂപ ആ 2 കൊല്ലം ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ കർത്താവിൻ്റെ ജോലി മുടങ്ങിയിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ മുടങ്ങിയിട്ടില്ല. സ്വസ്ഥ കാഴ്ചയെടുക്കാനില്ലല്ലോ, അതുകൊണ്ട് കടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാതിരുന്നിട്ടില്ല. അത് കാരണം എന്ത് ചെയ്ത് കർത്താവ് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ എല്ലാവരും അനുഗ്രഹിച്ചവരെല്ലാവരും നമുക്ക് സാക്ഷ്യം അയച്ചു തന്നു ഓൺലൈനിൽ. അതായത് നമ്മളെപ്പോഴും ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവം നമ്മളെ പരീക്ഷിക്കട്ടെ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. യു ഗോട്ട് ദ പോയിൻറ്റ്. ആൾക്കാർക്ക് എപ്പോഴും പിന്നിൽ പോകാനൊരു കാരണം അതാണ്. ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാം, പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ദൈവം പരീക്ഷിക്കണം എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. അത് അറിയണമെങ്കിലേ നമ്മുടെ ജൂഡിറ്റിൻ്റെ ലേഖനമില്ലേ, ജൂഡിറ്റിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതാണ് വിഷയം. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പോൾ നമുക്ക് ദൈവമായിട്ടൊരു അടുപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ അടുപ്പെങ്കിലും നമുക്ക് ചില കഷ്ടപ്പാടൊക്കെ വരുന്നത്, അതെന്ന് പറയണത് എന്താ വെച്ചാൽ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. അത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നീ വിശ്വാസിയായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്, കറക്ഷന് വേണ്ടി. അത് കറക്ഷൻ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ഇത് ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഹെബ്രായറിൻ്റെ 12:6 വായിക്കുമ്പോഴല്ലേ, ഹെബ്രായർ 12:6, സ്തുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, കർത്താവ് ശിക്ഷണം നൽകുന്ന മക്കളായി സ്വീകരിക്കുന്നവരെ, നിങ്ങളായിട്ട് പറഞ്ഞേ, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം മക്കളെ വളർത്തുകയാണ്, അല്ലാതെ തളർത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടറുണ്ടാകുമ്പോൾ കർത്താവ് എന്നെ വളർത്താൻ പോകുന്നു എന്നുള്ള ബോധം ഉണ്ടാകും നമുക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് നമ്മളെ വളർത്താൻ പോകുന്നു എന്നുള്ള ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അതായത് നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള ശോധനകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം പ്രൊമോഷൻ വരുമ്പോൾ അങ്ങനെ വരണത്. നമുക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വിശ്വസ്തയോടെ കർത്താവ്, അത് ദൈവമായിട്ട് ജീവിക്കേണ്ട കുറേ രീതികളുണ്ട്. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളെ പ്രാർത്ഥനയും മുടക്കി പലതരത്തിലുള്ള വിഷമതകളിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. അങ്ങനെ ചെയ്യരുത്. വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ എന്നാ പറ്റിയിരിക്കണത്? ഇവർ ആ എപ്പിലെപ്സിയുള്ള അപസ്മാരം ബാധിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. ഞാൻ ഈശോയുടെ കാലിൽ കെട്ടി വീണ് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് കൈവച്ചു. അപ്പോൾ പിന്നീട് ഇവർ ബാംഗ്ലൂർ അവർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് ഉടമ്പടിയോടുകൂടി EG നോർമലാവും. അപ്പോൾ ഡോക്ടർ പറയണത് ഇനി ഓപ്പറേഷൻ പോലും വേണ്ട, കുഞ്ഞാൻ വീഴത്തില്ലെന്നാണ് പറയണത്. ഇത്രയും സ്പീഡാണ്. കൈയിടിച്ച് ഇന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ദർശനം വരുമ്പോൾ നിങ്ങൾ പറയരുത്, ഓ ഇത് ഹെവി ആണല്ലോ, എൻ്റെ കാര്യം ഭയങ്കര ഹെവിയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരുന്നുണ്ട് പിശാച് പറയുന്നുണ്ട് ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന്. കാര്യം എന്താ? നിൻ്റെ ദൈവമാണ്, അല്ലാതെ ബൈബിളിൻ്റെ ദൈവമല്ല. 2 ദൈവങ്ങളുണ്ടല്ലോ, 2 ദൈവമുണ്ട്, അറിയാമല്ലോ. ഏകദൈവമല്ല, 2 ദൈവമുണ്ട്. ഒരു ദൈവം എന്ന് പറയുന്നത് ബൈബിളിലെ സത്യദൈവം, പിന്നെ നീ കൊണ്ടു നടക്കണം നിൻ്റെ ഉള്ളിലുള്ള കള്ളദൈവം. എന്താ കാര്യം? നീ കള്ളദൈവം എന്ന് പറയുന്ന പ്രശ്നം വെച്ചാൽ പല ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ 22 പ്രാവശ്യം 22 പേപ്പർ കിട്ടാറുണ്ട് ബിടെക്കിൻ്റെ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ആ കാൻഡിഡേറ്റ് അവൾക്ക് ഇനി പഠിക്കാൻ ഉദ്ദേശമില്ല, പേരൊന്നും പറയണില്ല. അതായത് അവർക്കിനി പഠിക്കാൻ ഉദ്ദേശമില്ല. കാര്യം എന്താണ്?
അവർ പഠിത്തം അവരെ തോൽപ്പിച്ചിരിക്കുക. പഠിത്തം അവരെ തോൽപ്പിച്ചു. നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ പഠനത്തെ നമ്മളല്ലേ തോൽപ്പിക്കേണ്ടത്, നമ്മളല്ലേ ജയിക്കേണ്ടത്. തിരിച്ച് സംഭവിച്ചു. പഠിത്തം അവളെ തോൽപ്പിച്ചിരിക്കുക. എന്താ കാര്യം? അവർ പഠിക്കണ കാലത്ത് മുഴുവൻ ഹാരി പോട്ടറാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഹാരി പോട്ടറിൻ്റെ വിസ്മയകരമായ കുറേ തരം സാറ്റാനിക് അട്രാക്ഷനുള്ള കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്ഷൻസൊക്കെ കാരണം ആകപ്പാടെ ഇവളുടെ ബ്രെയിൻ മുഴുവൻ ഹൈജാക്കായിപ്പോയി. അതാണ് ഈ പ്രശ്നം. ഈ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായാലും തല കൈവച്ച് ഒന്ന് ഇടയ്ക്ക് വിശ്വാസപ്രമാണം ചില നല്ലതാണ്. തല കൈവച്ചിട്ടേ. കാര്യം ഇത് നമ്മളെ തോൽപ്പിക്കരുതല്ലോ. നമ്മൾ ജയിക്കാൻ ചെന്നിട്ട് അവിടെ നിന്ന് തോറ്റു പോകണേ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹാരി പോട്ടർ ജയിച്ച് അവളെ തോറ്റു, അവളുടെ ജീവിതം തോറ്റു. 22 പേപ്പർ കിട്ടാനുണ്ട്. വീട്ടൊക്കെ 28 പേപ്പർ. അതുകൊണ്ട് ഇനി അത് എഴുതിയെടുക്കാൻ പറ്റും. അവളുടെ സ്റ്റാമിന പോയി, കലിബർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടി, യേശുവാണ് കർത്താവ്. എന്താ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പം നിങ്ങളോർക്കും യേശുവാണ് കർത്താവ്, എന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് 22 പേപ്പറിൻ്റെയും കർത്താവ് ആരാണ്? യേശുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്.